ഒരിക്കലും വാടാത്ത പൂക്കളുമായി ശുഭദിനങ്ങൾ ഇനിയും ഇനിയും വരുമെന്നും കാത്തിരിക്കുന്നു ഈ സൂര്യപുത്രൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മായാവിനോദിനിയെ ഒരു ദിവസത്തെ പരോളിലയക്കാൻ സ്പെഷ്യൽ ഓർഡർ വന്നിട്ടുണ്ട്. ശരി, പോയി കൂട്ടിയിട്ട് വരും. സർ. വരൂ. ഇന്ന് 4 മണിക്ക് എന്റെ കല്യാണമാണ്. വരില്ലേ? തീർച്ചയായും വരും. കല്യാണത്തിന് വരണം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എവിടെ? അവരെവിടെ? ആര്? നിങ്ങളുടെ നേതാക്കള് മായയും ജയന്തിയും. ഉറങ്ങ. ഇന്നലെ രാത്രി മുഴുവൻ പഠിത്തമായിരുന്നു. പഠിത്തം? എന്തായി? എല്ലാവരോടും പറഞ്ഞോ? ഹേമയും ഉമ്മയും കണ്ടില്ല. പിന്നെ മേട്ടന്റെ മട്ടും ഭാവം കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു സംശയം. മായയും ജയന്തിയും രാത്രി മുഴുവൻ പഠിക്കാനെന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖത്തൊരു പുച്ഛം. പുച്ഛിച്ചോണ്ടിരുന്നോട്ടെ. എന്തായി? കൃത്യം 5 മണിക്ക് എത്തണമെന്നാ മായ പറഞ്ഞിരിക്കുന്നത്. വാ, സൂക്ഷിച്ചോണേ. മേട്ടൻ മട്ടം കറിഞ്ഞ് നടക്കുന്നുണ്ട്. പോയി പണി നോക്കാൻ പറ. നിങ്ങൾ വാ. ബം ഹബം ബം. ബം ഹബം ബം. ബം ഹബം 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 ബം. ബം ഹബം ബം.
എഴുന്നേക്ക് പ്രിൻസിപ്പളിന്റെ മുറിയിൽ പോലീസും ബഹളവും. എന്താ എന്താ കാര്യം? സെക്കൻഡീസിലെ രമണിയില്ലേ, ആ കുട്ടി ആത്മഹത്യ ശ്രമിച്ചു. എന്തിന്? പ്രണയനൈരാശ്യം. എന്നിട്ട് ചത്തോ? ഇല്ല, സീരിയസ് ആണെന്നാ തോന്നേ. ഹോസ്പിറ്റലിൽ ചികിത്സിക്കാറില്ല. എന്നാ എല്ലാരും വിളിക്ക്, നമുക്ക് പോവാം. ആരെയും ഹോസ്പിറ്റൽ പോകാൻ പ്രിൻസിപ്പൾ അനുവദിക്കുന്നില്ല. അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. ജയന്തി, നമുക്ക് കണ്ടു പരിചയമെങ്കിലുള്ള ഒരു കുട്ടിയല്ലേ. ചാവുന്ന നേരത്തെ നമ്മൾ അടുത്തില്ലെങ്കിൽ ചത്തു കഴിയുമ്പോ അവൾ എന്ത് വിചാരിക്കും? ഓ റെഡി ഒപ്പാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
നിക്ക്. എങ്ങോട്ടാ? മുകളിലോട്ട്. പാസ് ഉണ്ടോ? ഇല്ല, എങ്കിൽ പോകാൻ പറ്റില്ല. ഇത് സന്ദർശന സമയമല്ല. ഞങ്ങൾക്ക് സന്ദർശന സമയത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ സെന്റ് മേരീസിലെ കുട്ടികളാ. കോളേജ് കുട്ടികളാണെങ്കിൽ ഒട്ടും പോകാൻ പറ്റില്ല. എന്തയ്യോ? നിങ്ങൾ ആരോടെ കളിക്കണേ? ഞങ്ങളൊക്കെ ആരാണ് വിചാരിച്ചേ? ഇതാരാണെന്നറിയോ? ഇവിടുത്തെ സൂപ്രനോട് ചോദിച്ചു നോക്ക്, ജയന്തി അറിയുന്നു. സെന്റ് മേരീസിലെ ജയന്തി. ഇതാരാണെന്നറിയോ? ഞങ്ങളോട് വേണ്ട വെള്ളത്തിൽ നിന്ന് കൈമാറ്റം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അകത്തോട്ട് പോകാൻ പറ്റില്ല. പറ്റില്ല? ഇല്ല. കാശും കൈക്കൂലിയൊന്നും കാണിച്ച് വെട്ടാതെ വേഗം സ്ഥലം വിടാൻ നോക്കും. ആരെങ്കിലും ചോദിച്ചാ എന്റെ ആളാണെന്ന് പറഞ്ഞാ മതി. അയ്യോ, എന്തോ ഒരു കഷ്ടമായി കിടപ്പ് കണ്ട. രമണി, ദേ ഞങ്ങള് വന്നു. ഒന്ന് കണ്ണു തുറന്നേ. ദേ ഹേമ, ഉമ, ഞാൻ, സന്ധ്യ, ജയന്തി എല്ലാരും ഉണ്ട്. പേഷ്യന്റിനെ വിളിക്കരുത്. നിങ്ങളോട് ആര് പറഞ്ഞ അകത്ത് കിടക്കാൻ? ഇത് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയമാണ്. എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ? ഞങ്ങൾ ദുഃഖം പങ്കിടാൻ വന്നതാ, അല്ലാതെ ശല്യം ചെയ്യാനല്ല. രമണി, ഒന്ന് കണ്ണു തുറക്കൂന്നേ. ദേ ഞങ്ങൾ രമണിക്ക് കഴിക്കാൻ വേണ്ടി കൊക്കോ കലയ്ക്ക് പാല് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രമണിയുടെ സതീർത്ഥരാ. എഴുന്നേക്കുന്നുണ്ടോ അവിടുന്ന്? പറഞ്ഞിട്ട് കേൾക്കണില്ലേ ഡോക്ടർ? കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കണം. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇറങ്ങ, എല്ലാം ഇറങ്ങും. ഞങ്ങൾ സെന്റ് മേരീസിലെ കുട്ടികളാ. അതിന് ഞാനെന്താ സല്യൂട്ട് ചെയ്യണോ? മേലാൽ വിസിറ്റിംഗ് ടൈം അല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിനകത്ത് കണ്ടുപോരുത്. ഗെറ്റ് ഔട്ട്. അയ്യോ, ഗെറ്റ് ഔട്ട്. ഒരു ബോറും ഡോക്ടർ. ശരിയാ, അങ്ങനെ അയാളെ ഷൈൻ ചെയ്യാൻ വിടാൻ പാടില്ല. മായി, നിനക്ക് അയാളെന്നെ വളച്ചെടുത്തൂടെ? എങ്ങനെ? വെറുതെ ഒന്ന് സ്നേഹിച്ച് പ്രേമിച്ച് ശ്രമിക്കട്ടെ. എന്തായുള്ള പേര്? ശ്രീനിവാസൻ. പുള്ളിയുടെ കാര്യം ഞാൻ ഏറ്റു. പതുക്കെ 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 ഒന്ന് പിടിച്ച് കുലുക്കിട്ടുള്ളൂ. കോളേജിൽ നിന്ന് ഇനിയും കുട്ടികൾ വരും. ആരെ അകത്തേക്ക് വിടരുത്. ശരി ഡോക്ടർ. പക്ഷിക്കൂട്ടം കൂട്ടിൽ നിന്നും പറഞ്ഞിടുന്നേ, ചുറ്റി കറങ്ങിടുന്നേ. മുത്താറ കൊമ്പിൽ കെട്ടും മത്താപ്പ്, കത്തിപ്പൊട്ടും വെടിപ്പടക്കം, പാടി പടക്കിറങ്ങാൻ. ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ രമണിക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഞങ്ങളൊന്ന് പോയി അടുത്തിരുന്നോട്ടെ? പാടില്ല. ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ്. പറ്റില്ല. മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളെ ആരെയും അനുവദിക്കില്ല. വേഗം പൊയ്ക്കോളൂ. ഡോക്ടർ ഡോക്ടർ, ഇല്ല ഡോക്ടർ, ഞങ്ങൾ അവളുടെ അടുത്തിരുന്ന് അവളുടെ വേദന എന്തെന്ന് അറിഞ്ഞേ പറ്റൂ. ഫൈനൽ ഇയറിന് പഠിക്കുന്ന പ്രദീപാണ് ഇതിനൊക്കെ കാരണം. കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് നാടൊട്ടുക്ക് കൊണ്ടു നടന്ന് പാവൻ രമണിയെ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ ഒടുവിൽ കൈയൊഴിഞ്ഞു. ചതി, വഞ്ചന, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ. പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം. അവന് ഞങ്ങൾക്ക് കോടതി കയറ്റണം. കേസ് തൂത്ത് മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടി നിൽക്കുന്നെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. നോക്കിക്കോ. ദേ, ഞങ്ങൾ ചില്ലറക്കാരൊന്നുമല്ല. ഞാൻ മായ വിനോദിനി, ഇത് ജയന്തി. പ്രൈം മിനിസ്റ്ററിന് വരെ ഫോൺ കറക്കി സംസാരിക്കാൻ കഴിവുള്ള മിസ്റ്റർ വിനോദ് ശങ്കറിന്റെ മകൾ ജയന്തി. ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഉമാപതിയുടെ മകൾ ഹേമ. ഇത് DIG ഓഫ് പോലീസ് ഡോക്ടർ DSP. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് രമണിയുടെ അടുത്തിരിക്കണം, ദുഃഖം പങ്കിടണം. അത്രല്ലേ ഉള്ളൂ? അതെ. വാ, നിങ്ങൾ തന്നെ വരണം. ഈ കുട്ടികളൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാ. പക്ഷെ ഒന്നിനും വിവരമില്ല. എല്ലാത്തിനെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇട്ടേക്ക്. ആ, ഡോക്ടർ ശ്രീനിവാസൻ, നിങ്ങളെ ഞാൻ വിടില്ല. ഈ മായാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും നടക്കുന്നില്ല എങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമവുമായി ഞാനും വരും. നിങ്ങളെ കോട്ടിലും കൂട്ടിലും ഒക്കെ കയറ്റാൻ. I'll see you in court.
എന്താ ന്യൂസ്? മായെ, ഒരു പ്ലസന്റ് സർപ്രൈസ്. ജയന്തിന്റെ അച്ഛനും അമ്മ എത്തിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ നല്ല കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു വന്നാണോ? അല്ല, അവര് ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ. ജയന്തിന്റെ അമ്മയ്ക്ക് മായ എന്ന് കാണണമെന്ന് കൂട്ടുകാരെല്ലാം പറഞ്ഞു. വാ. കേട്ടോ മായെ, പ്രിൻസിപ്പളും മാറ്ററിനും ഒക്കെ ജയന്തിന്റെ അച്ഛന് കിണികിണി അടിക്കുന്ന കാണാൻ നല്ല ശൈല്. വലിയ ആളല്ലേ? ഇപ്പൊ പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞാൽ മതി. മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിയിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും. വേണ്ട, ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതിനെ. ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ. മായയെ കാണണമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ. അവിടെ ഇരിപ്പുണ്ട്, ചെല്ലേ. വാ വാ. അമ്മേ, ഇതാ മായ. ആ, സുന്ദരിയാണല്ലോ. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും, ഇരുമയാണെങ്കിലും നിങ്ങള് ഒറ്റ കരളാണെന്ന്. ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ. പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഈയിടെയായി എപ്പോഴും ക്ഷീണോ. ഈ അസുഖം വെച്ച് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. കൊള്ളാം, കുറ്റം ഇപ്പൊ എനിക്കാ. ഇവള് വീട്ടിലേക്ക് വന്നിട്ട് 2 മാസമായി. കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളൂ. ആ, എവിടെയാ മായയുടെ അച്ഛനും അമ്മയും ഒക്കെ? പുറത്താ. ആ, ഇവള് പറഞ്ഞു മാസാമാസം മായയ്ക്ക് അയക്കുന്ന പണത്തിന് കണക്കില്ല. അത്രയ്ക്ക് ഇഷ്ടാ മായെന്നൊക്കെ. വരാറില്ലേ? ഉണ്ട്, വരാറുണ്ട്, മിക്കപ്പോഴും വരാറുണ്ട്. മായ, ന്യൂസ് വരുന്നുണ്ട്. എന്തോ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ. 120 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തൊരു അമ്മ എത്തി. ഏതമ്മ? ആരുടെ അമ്മ? മകന്റെ പുതിയ ജോലി സ്ഥലത്തെ വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ്. മായെ, എന്തെങ്കിലും പണി പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? നമ്മളെ തേടി വന്നൊരു ന്യൂസ് അല്ലേ, ഇത് പാഴാക്കിക്കൂടാ. എന്നെ മെല്ലൊന്ന് പിടിച്ചേ. എനിക്ക് ചെറിയൊരു ഐഡിയ. കിട്ടിപ്പോയി. ആ ഡോക്ടർ കിട്ടൊരു ബ്രഹ്മാസ്ത്രം. നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത്? ഒരു 8 മണിന്ന് വെച്ചോ. ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്തുണ്ടായിരിക്കണം. പോയിട്ട് വരാമേ. ശരി. ഞാനും ചെന്നിട്ട് വരാം. വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. എന്താ, ശ്രീനേട്ടനില്ലേ? ഇല്ല, ഹോസ്പിറ്റലിൽ പോയല്ലോ. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയോ ഏട്ടൻ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല, 1 മാസമായിട്ട് ലീവിലായിരുന്നല്ലോ. എന്തോ എനിക്കതറിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടി ആരാ? ഒന്ന് കാണണമായിരുന്നു. കണ്ടാ മാത്രം മതിയായിരുന്നു. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. നിങ്ങളാരാ? ഞാൻ അവന്റെ അമ്മ. അയ്യോ, എന്തേ കാണിക്കുന്നത്? കുട്ടി ഏതാ പറ. ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ പൊയ്ക്കോട്ടെ. ആരാ? കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോകുട്ടി. ഒന്നുമില്ല, ഞാൻ പോകുക. നിൽക്കൂ. എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ട് പോയാ മതി. പറയൂ കുട്ടി. ഇല്ല, ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു. ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ. ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ. വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി. മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. നിൽക്കൂ. മായക്ക് എങ്ങനെ എന്റെ മകന് പരിചയം? ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. ഒരു അമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? പറയണം.
എനിക്കത് കേട്ടേ പറ്റൂ. ഞാനല്ല തെറ്റുകാരി. ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് 3-4 നേരം എന്നെ കണ്ടോണ്ടിരുന്നത്. ഡോക്ടറല്ലേ, സുന്ദരനല്ലേ, ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത്. ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള്. സാരമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല. എല്ലാം എന്റെ വിധി. എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ.